ഹായ്, ഐ എം പ്രീതി. ദിസ് വീഡിയോ ഇസ് ആക്ച്വലി അബൌട്ട് ബോഡി ഷെയ്മിങ്. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു സ്റ്റോറി ഇട്ടിരുന്നു, ഒരു പിയർ ഷേപ്ഡ് അല്ലെങ്കിൽ അവർ ഗ്ലാസ് ബോഡി ടൈപ്പിനെ കുറിച്ചിട്ട്. സോ ആ ഒരു സ്റ്റോറിക്ക് ശേഷം എനിക്ക് ഒരുപാട് പേര് അയച്ച മെസ്സേജ് അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ടുള്ള റിപ്ലൈസ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ ബോഡി ഷേപ്പ് ഉണ്ടാവും അല്ലേ? ഞാൻ ഒരു പിയർ ഷേപ്ഡ് ബോഡി ആയിട്ടുള്ള ഒരാളാണ്. എന്താണ് ഈ പിയർ ഷേപ്ഡ് ബോഡി? നമ്മുടെ ലോവർ പാർട്ട് അപ്പർ പാർട്ടിനേക്കാളും വൈഡർ ആയിരിക്കും. നമ്മുടെ കേർവ്സ് കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഹിപ്പ് എല്ലാം കുറച്ചും കൂടെ വൈഡർ ആയിരിക്കും. അതാണ് പിയർ ഷേപ്ഡ് ബോഡി. ആൻഡ് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എൻ്റെ ബോഡിയിൽ. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി ഇട്ട സമയത്ത് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. അതെന്താ, അത് മോശമല്ലല്ലോ, നല്ലതല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ല, ഇപ്പം എന്ത് ഇഷ്ടമല്ലാതായോ, ഈ ബോഡി ടൈപ്പ് ആവാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്, അങ്ങനെ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിരുന്നു. ദ തിങ് ഈസ്, ഓൺ ദ അതർ സൈഡ് ഇതിന് ഒരുപാട് നെഗറ്റീവ് സൈഡും ഉണ്ട്. അതായത് നെഗറ്റീവായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു മെസ്സേജ്, ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി കോളേജിൽ പോകുമ്പോൾ ബാഗ് നല്ലോണം ഇറക്കിയിടും. അതായത് നമ്മുടെ ബാക്ക് സൈഡ് കാണാതിരിക്കാൻ ബാഗ് നല്ലോണം ഇറക്കിയിട്ടിട്ട് പോകും. അതുപോലെ കോളേജിൽ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് കളർ ഡ്രസ് ഇടാൻ മടിയാണ്, സാരി ഉടുക്കാൻ മടിയാണ്. ഇതെല്ലാം ആ കുട്ടിക്ക് ആളുടെ ബോഡിയിലുള്ള കോൺഫിഡൻസ് പോവാണ്. കാരണം ഫ്രണ്ട്സ് കളിയാക്കുന്നു. ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ബോയ്സ് അല്ല. ആക്ച്വലി നമ്മൾ വിചാരിക്കും ബോയ്സ് ആണ് എപ്പോഴും കളിയാക്കുക കൂടുതലെന്ന്. പക്ഷേ ആക്ച്വലി കൂടൊപ്പമുള്ള ഫീമെയിൽ ഫ്രണ്ട്സ് ആണ് കളിയാക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ കോൺഫിഡൻസ് തന്നെ പോവാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് വേണ്ട എന്താ? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് വേറെ എന്തിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ബോഡിയാണ്. ബിക്കോസ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ബോഡിയിലാണ്. ബിക്കോസ് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ വരെ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുകയാണ്, നമുക്ക് ഒട്ടും കോൺഫിഡൻ്റ് അല്ലാന്ന് തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? സോ എനിക്ക് പറയാനുള്ളത്, ബി കോൺഫിഡൻറ്റ് ഗൈസ്. ജസ്റ്റ് ലവ് യുവർ കർവ്സ്. ജസ്റ്റ് ലവ് യുവർ കർവ്സ്.